EVM അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ലളിതമായ ഒരു കാൽക്കുലേറ്ററാണ്. രാത്രി സമയത്ത് ഇത് വോട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തൊക്കെയോ ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ടെന്നും ഗുരുതരമായ വിഷയം ചർച്ച ചെയ്യണമെന്നും മഹാരാഷ്ട്രയിലെ ശരത് പവാർ NCP അധ്യക്ഷൻ ജയന്ത് പാട്ടീൽ പറഞ്ഞിരിക്കുന്നു. EVMനെതിരെ വ്യാപകമായ പരാതി ഉയർന്നതിനെ തുടർന്ന് ബാലറ്റ് പേപ്പറിൽ വോട്ടെടുപ്പ് അഥവാ മോക്ക് പോളിംഗ് പ്രഖ്യാപിച്ച ഒരു ഗ്രാമത്തിന്റെ വാർത്ത മഹാരാഷ്ട്രയിൽ നിന്ന് ഈ രാജ്യം തന്നെ ചർച്ച ചെയ്തത് നമ്മൾ കണ്ടു. അതായത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ EVMന്റെ ക്രമക്കേട് ആരോപണം ശക്തമാകുന്നതിനിടെ ബാലറ്റ് പേപ്പറിൽ മോക്ക് പോളിംഗ് പ്രഖ്യാപിച്ചത് മഹാരാഷ്ട്രയിലെ സോലാപൂർ ജില്ലയിലെ മർക്കടവാടി എന്ന ഗ്രാമത്തിലെ നാട്ടുകാരായിരുന്നു. രാജ്യത്തെ തന്നെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ ഒരു പ്രതീകാത്മക റീപോളിംഗ് ആണ് ആ ഗ്രാമീണർ പ്രഖ്യാപിച്ചത്. എന്നാൽ പോലീസ് ഇടപെട്ട് ഇന്ന് ആ നീക്കം തടഞ്ഞിരിക്കുന്നു. SC സംവരണ സീറ്റായ മൽഷിറാസ് നിയമസഭാ മണ്ഡലത്തിലാണ് മർക്കടവാടി വരുന്നത്. ശരത് പവാർ NCPയുടെ ഉത്തം റാവു ജങ്കറാണ് ഇവിടെ ഇത്തവണ വിജയിച്ചത്. BJPയുടെ സിറ്റിംഗ് MLA രാം വിത്തൽ സത്പുത്തയെ 13,147 വോട്ടിന് തോൽപ്പിച്ചുകൊണ്ടാണ് NCP ആ സീറ്റ് പിടിച്ചെടുത്തത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കു പ്രകാരം ഈ മർക്കടവാടി എന്ന ഗ്രാമത്തിൽ 1003 വോട്ടുകൾക്ക് സത്പുത്തയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. ഇവിടെ ജങ്കറിന് ലഭിച്ചത് 843 വോട്ട് മാത്രമാണ്. പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡി അഥവാ MVA കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന മേഖലയാണിത്. ഒട്ടുമുക്കാൽ ജനങ്ങളും ഇവിടെ MVAയും അതുപോലെ NCPയെയും ഒക്കെ പിന്തുണയ്ക്കുന്ന ആളുകളാണ്. പക്ഷെ ഔദ്യോഗിക ഫലം പുറത്തു വന്നതോടെയാണ് കണക്കിലെ വലിയ പൊരുത്തക്കേട് സൂചിപ്പിച്ചുകൊണ്ട് നാട്ടുകാർ തന്നെ രംഗത്ത് വന്നത്. EVMൽ ക്രമക്കേട് നടന്നതായുള്ള പ്രതിപക്ഷ സഖ്യത്തിന്റെ ആരോപണത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് ഈ നാട്ടുകാർ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ബാലറ്റിൽ റീപോളിംഗ് നടത്താൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. ഒരു ഗ്രാമം മുഴുവൻ അതിന് പിന്തുണയറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നു. EVM അല്ല, ബാലറ്റ് പേപ്പറാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരത്തെ വിശ്വസിക്കുന്നില്ല എന്നാണ് റീപോളിംഗ് നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആ നാടിന്റെ പ്രമുഖൻ രഞ്ജിത്ത് മർക്കാട് പറഞ്ഞത്. പുറത്തു വന്ന കണക്ക് കൃത്യമാണോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് സ്വന്തം രീതിയിൽ മോക്ക് പോളിംഗ് നടത്തുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ മർക്കടവാടിയിലെ 3 ബൂത്തിലും EVMൽ ഒരു തരത്തിലുള്ള ക്രമക്കേടും നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസർ രംഗത്ത് വന്നു. ഡിസംബർ 3-നായിരുന്നു പ്രതീകാത്മക ബാലറ്റ് വോട്ടിംഗ് ഇന്നലെ പ്രഖ്യാപിച്ചത്. നാട്ടുകാരോട് വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലായിടത്തും ഗ്രാമത്തിൽ ബാനറുകളും ഉയർന്നിരുന്നു. ഇതിനെ പിന്തുണച്ച് MLA ഉത്തം റാവു ജങ്കർ തന്നെ നേരിട്ട് രംഗത്തെത്തി. മോക്ക് പോളിംഗിനായി ബാലറ്റ് പേപ്പറുകളും 5 താൽക്കാലിക പോളിംഗ് ബൂത്തുകളും സജ്ജമാക്കിയിരുന്നു ആ ഗ്രാമത്തിൽ. എന്നാൽ സോലാപൂർ ജില്ലാ ഭരണകൂടം നാട്ടുകാരുടെ ഈ നീക്കത്തിൽ ആശങ്കയുമായി രംഗത്തെത്തി. EVMനെതിരെ ഒരക്ഷരം മിണ്ടിപ്പോകരുത് എന്ന താക്കീതും അവർക്ക് നൽകി. അവരെല്ലാം പോലീസ് ഉപയോഗിച്ച് ഈ നീക്കം തകർത്തു. പോളിംഗ് ശ്രമം സംഘർഷത്തിനിടയാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഭരണകൂടം ഇതിന് പിന്തിരിയാൻ ആവശ്യപ്പെട്ടത്. റീപോളിംഗ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പലർക്കും നോട്ടീസും ലഭിച്ചു. ഇതിന് പിന്നാലെയാണ് ഇവിടെ വൻതോതിൽ പോലീസിനെ വിന്യസിപ്പിച്ച് സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നിരന്നു നിന്ന് ഇങ്ങനെയുള്ളൊരു നീക്കം തന്നെ തകർത്ത് വിട്ടത്. പോളിംഗ് തടയാനായി കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ഒടുവിൽ പോലീസ് ഇടപെട്ട് പോളിംഗ് തടഞ്ഞത് എന്ന വിവരം ലഭിച്ചു. അതേസമയം EVM ക്രമക്കേട് ആരോപണങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ S. ചൊക്കലിംഗമാണ് EVMൽ കൃത്രിമം നടത്താൻ കഴിയുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ക്രമക്കേട് സംശയിക്കുന്നുവെന്നും EVM ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യുമെന്ന് ശരത് പവാർ NCP തലവൻ ജയന്ത് പാട്ടീൽ ഒരിക്കൽ കൂടി വ്യക്തമാക്കി. അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വൈകുന്നേരം 5 മണിക്ക് ശേഷം വോട്ടിംഗ് വർദ്ധിക്കുന്ന ഒരു പ്രവണതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണെന്നും EVM ലളിതമായ ഒരു കാൽക്കുലേറ്റർ ആണെന്നും രാത്രി സമയത്ത് ഇത് വോട്ട് വർദ്ധിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തൊക്കെയോ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടെന്നും ഗുരുതരമായ ആ വിഷയം ചർച്ച ചെയ്യണമെന്നും ജയന്ത് പാട്ടീൽ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ EVMനെതിരെ എല്ലാവരും സംശയം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള എല്ലാ പ്രതിഷേധങ്ങളെയും മുളയിലെ തന്നെ നുള്ളിക്കളയാൻ ഉത്തരവാദപ്പെട്ടവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ മോക്ക് പോളിംഗും തടഞ്ഞത്.